നമ്മൾ ഈ ചാപ്റ്ററിന്റെ ലാസ്റ്റ് സെഷനിലോട്ട് വന്നിരിക്കുകയാണ്. സർക്കുലാർ മോഷൻ. സർക്കുലാർ മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു സർക്കിളിന്റെ സർക്കംഫറൻസിലൂടെ ഒരു ബോഡി മൂവ് ചെയ്താൽ അതിനെ നമുക്ക് എന്ത് പറയാം? സർക്കുലാർ മോഷൻ ആണെന്ന് പറയാം. If the motion of an object is along the circumference of a circle, it is called a circular motion. If speed of a circular motion remains constant, it is called uniform circular motion. അപ്പോൾ യൂണിഫോം സർക്കുലർ മോഷന്റെ പ്രത്യേകത എന്താണ്? സ്പീഡ് സെയിം ആയിരിക്കും, പക്ഷെ വെലോസിറ്റി സെയിം ആയിരിക്കുമോ? നമ്മൾ നോക്കിയേ, ഇപ്പൊ ഒരു കല്ല് നമ്മളൊരു കയറെടുത്ത് കറക്കുന്നു, കയറെ കെട്ടി കറക്കുന്നു, സർക്കുലർ മോഷൻ ആണല്ലോ. അപ്പോൾ ഇങ്ങനെ കറങ്ങുമ്പോൾ ഈ ഒരു പോയിന്റിൽ എത്തുമ്പോൾ നോക്കിയേ, വെലോസിറ്റി എങ്ങോട്ടായിരിക്കും? ടാൻജൻഷ്യലി ആയിരിക്കും ആക്ട് ചെയ്യുന്നത്. ഈ ഒരു പോയിന്റ് എത്തുമ്പോൾ എങ്ങോട്ടാ വെലോസിറ്റി? എങ്ങോട്ടാ? ഇങ്ങോട്ടാണ്, എലോങ് ദ ടാൻജന്റ്. അപ്പം വെലോസിറ്റി എങ്ങോട്ടാണ്? എലോങ് ദ ടാൻജന്റ്. എന്ന് വെച്ചാൽ വെലോസിറ്റിയുടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുക. അപ്പൊ വെലോസിറ്റി സെയിം ആണെന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷെ എന്ത് സെയിം ആണ്? സ്പീഡ് സെയിം ആണ്. അപ്പൊ നമുക്ക് പറയാം, if speed of a circular motion remains constant, it is called a uniform circular motion. Velocity is not constant in this motion. എക്സാമ്പിൾ ആണ് whirling a stone tied at one end of a string. ഒരു സ്ട്രിങ്ങിന്റെ അറ്റത്ത് ഒരു കല്ല് കെട്ടി കറക്കുന്നത് സർക്കുലർ മോഷന് എക്സാമ്പിൾ ആണ്. വെലോസിറ്റി ഈസ് ആക്ടിങ് along the tangent. വെലോസിറ്റി ഡയറക്ഷൻ ചോദിച്ചാൽ എങ്ങോട്ടാണ്? ഇറ്റ് ഈസ് along the tangent. ടാൻജന്റിലൂടെയാണ് ആക്ട് ചെയ്യുന്നത്? വെലോസിറ്റി ആക്ട് ചെയ്യുന്നത്. The acceleration, അപ്പോൾ ഇതിലൂടെ കറസ്പോണ്ടിങ് ആയിട്ട് എന്തുണ്ടോ? ഒരു ആക്സലറേഷൻ ഉണ്ട്. The acceleration is directed towards the center, which is called centripetal acceleration. അപ്പോൾ centripetal acceleration എന്താണ്? ഒരു സർക്കുലർ മോഷനിൽ towards the center അല്ലെ റേഡിയലി towards the radius, towards the center ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെ ആക്സലറേഷനെ വിളിക്കുന്ന പേരാണ് centripetal acceleration. നമ്മൾ a ഇട്ടിട്ട് സഫിക്സ് ആയിട്ട് c ഇടും. ac എന്ന ലെറ്റർ കൊണ്ടാണ് അതിനെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ നോക്കാം, ആക്സലറേഷൻ ഉണ്ടെങ്കിൽ അവിടെ എന്തുകൊണ്ട്? ഫോഴ്സ് ഉണ്ട്. അപ്പൊ ആ ഫോഴ്സിനെ എന്ത് വിളിക്കാം? സെൻട്രിപെറ്റൽ ഫോഴ്സ്. The force that is responsible for centripetal acceleration is called a centripetal force. അപ്പൊ centripetal force ആണ് എന്തുണ്ടാക്കുന്നത്? centripetal acceleration ഉണ്ടാക്കുന്നത്. അപ്പൊ centripetal accelerationന്റെ ഇക്വേഷൻ എന്താണ്? അതിന് AC is equal to v square by r. വെലോസിറ്റിയുടെ സ്ക്വയർ ഡിവൈഡ് ബൈ റേഡിയസ്. അപ്പൊ അതാണ് centripetal accelerationന്റെ ഫോർമുല. അപ്പൊ സെൻട്രിപെറ്റൽ ആക്സലറേഷൻ അറിയാമെങ്കിൽ നമുക്ക് ഫോഴ്സ് കണ്ടുപിടിക്കാമല്ലോ. ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താ? F is equal to ma, m into a എന്ന് പറഞ്ഞാൽ ac സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ എന്ത് വരും? m into v square by r. അപ്പൊ mv square by r എന്നുള്ളതാണ് സെൻട്രിപെറ്റൽ ഫോഴ്സിന്റെ ഇക്വേഷൻ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. നമുക്കൊരു പ്രോബ്ലം ഇനി നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മാർക്ക് ദ ഫോഴ്സ് ആക്ടിംഗ് ഓൺ എ ബോഡി ഓഫ് മാസ് m when it is pulled with a force f. അതായത് m മാസ് ഉള്ള ഒരു ബോഡിയെ എഫ് എന്ന് പറയുന്ന ഒരു ഫോഴ്സ് കൊടുത്ത് പുള്ള് ചെയ്യുന്നു, ഒരു ഗ്രൗണ്ടിലിട്ട് നമ്മൾ വലിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം, എം മാസ് ഉള്ള ബോഡി, അതിനെ എഫ് ഫോഴ്സ് കൊടുത്ത് അങ്ങോട്ട് വലിക്കുന്നു. അങ്ങോട്ട് വലിക്കുമ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യും? നമ്മൾ തൊട്ടുമ്പോൾ പഠിച്ചത് എന്താ? ആക്ട് ചെയ്യും? ഫ്രിക്ഷൻ ആക്ട് ചെയ്യും. അപ്പൊ ഫോഴ്സ് നമ്മൾ അങ്ങോട്ട് പിടിച്ച് വലിക്കുന്നു, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നുണ്ട്? ഫ്രിക്ഷൻ. അതാണ് എഫ് ആർ എന്നിട്ട് ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ്. ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ രണ്ട് ഫോഴ്സുകൾ നാച്ചുറൽ ആയിട്ട് അതിലുണ്ട്. എന്താ? എം ജി എന്ന് പറയുന്ന ഫോഴ്സ് താഴോട്ട് നമ്മള് ഫ്ലോറിൽ നമ്മൾ എർത്തിലോട്ട് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ്, അതെന്താണ്? എം ഇൻറ്റു ജി. ജി എന്താണ്? ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പൊ എം ജി എന്ന് പറയുന്ന ഫോഴ്സ് താഴോട്ടുണ്ട്, അത് എപ്പോഴും ഉണ്ട്. മുകളിലോട്ട് ആരുണ്ട്? കോണ്ടാക്ട് ഫോഴ്സ്, നോർമൽ റിയാക്ഷൻ എൻ ഉണ്ട്. അപ്പൊ എത്ര ഫോഴ്സുകൾ ആക്ട് ചെയ്യുന്നുണ്ട്? ഇപ്പം 4 ഫോഴ്സുകൾ ആക്ട് ചെയ്യുന്നുണ്ട്. എഫ് അങ്ങോട്ട് പിടിച്ച് നമ്മൾ വലിക്കുന്ന ഫോഴ്സ്, ഫ്രിക്ഷണൽ ഫോഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, എം ജി ടുവേർഡ്സ് ദ എർത്ത് ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, നോർമൽ റിയാക്ഷൻ മുകളിലോട്ട് പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. ഇപ്പൊ 4 ഫോഴ്സുകളാണ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് പറയാം എന്നും എം ജിയും ബാലൻസ്ഡ്. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, എൻ ഈക്വൽ ടു എം ജി എന്ന് എഴുതാം. ഇവിടെ എന്നും എം ജിയും എന്താണ്? ബാലൻസ് ചെയ്തിരിക്കുക. മുകളിലോട്ട് പോകുന്നില്ലല്ലോ, അങ്ങോട്ട് ഫോഴ്സ് ഉണ്ട്, താഴോട്ട് ഫോഴ്സ് ഉണ്ട്, അതിങ്ങനെ നിൽക്കുകയല്ല. അപ്പൊ എന്നും എം ജിയും അവിടെ ബാലൻസ് ചെയ്ത് നിൽക്കുകയാണെന്ന് നമുക്ക് എങ്ങനെ എഴുതാം? എൻ ഈക്വൽ ടു എം ജി എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ ബാക്കി ഇനി അടുത്ത പ്രോബ്ലംസ് നമുക്ക് നോക്കാം. അടുത്ത നോക്കുക, അടുത്ത പ്രോബ്ലം എലിവേറ്റർ പ്രോബ്ലം, ലിഫ്റ്റ് പ്രോബ്ലം എന്ന് ചോദിക്കാറുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലമാണ്. അപ്പം ലിഫ്റ്റിൽ ഒരാൾ നിൽക്കുന്നു, ലിഫ്റ്റ് മുകളിലോട്ട് മൂവ് ചെയ്യുമ്പോൾ അയാൾക്ക് തോന്നുന്ന അല്ലെങ്കിൽ അയാൾക്ക് അനുഭവപ്പെടുന്ന വെയിറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അപ്പാരന്റ് വെയിറ്റ്. അപ്പാരന്റ് വെയിറ്റിന് എന്ത് ചേഞ്ച് ഉണ്ടാവുമെന്നാണ് നമ്മൾ കണ്ടെത്താൻ പോകുന്നത്. ഒരാൾ ലിഫ്റ്റ് നിൽക്കുന്നു, ലിഫ്റ്റ് മുകളിലോട്ടും താഴോട്ട് പോകുമ്പോൾ ഒരാൾക്ക് അനുഭവപ്പെടുന്ന അപ്പാരന്റ് വെയിറ്റ്, അത് വെയിറ്റ് കൂടുന്നതായിട്ടും കുറഞ്ഞതായിട്ടും ഒക്കെ തോന്നും. അത് ഏത് കേസിലാണെന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ കേസ് നോക്കാം. when lift moving up or down with constant velocity. വെലോസിറ്റി കോൺസ്റ്റന്റ് ആണെന്ന് ഇരിക്കട്ടെ, ഒരേ വെലോസിറ്റി മുകളിലോട്ടും ഒരേ വെലോസിറ്റി താഴോട്ടും പോകുന്നതെങ്കിൽ നമുക്ക് തോന്നുന്ന വെയിറ്റ് നമ്മുടെ ട്രൂ വെയിറ്റ് തന്നെയായിരിക്കും. നമുക്ക് തോന്നുന്ന വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയായിരിക്കും? നമ്മുടെ ട്രൂ വെയിറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്താണ്? എം ജി ആണ്.
നമ്മുടെ ട്രൂ വെയിറ്റ് എപ്പോഴും എന്താണ്? മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അതാണ് ട്രൂ വെയിറ്റ്. തോന്നുന്ന വെയിറ്റ് നമ്മൾ വിളിക്കുന്ന പേരാണ് അപ്പാരന്റ് വെയിറ്റ്, ഫീൽ ചെയ്യുന്ന വെയിറ്റ്. അപ്പോൾ ഒന്നാമത്തെ കേസ് നമ്മൾ പറഞ്ഞു, മൂവിങ് അപ്പ് ഓർ ഡൗൺ, ലിഫ്റ്റ് മുകളിലോട്ട് ഒരേ വെലോസിറ്റി പോകുന്നു, താഴോട്ട് ഒരേ വെലോസിറ്റി പോകുന്നു. അങ്ങനെയാണെങ്കിൽ അപ്പാരന്റ് വെയിറ്റ് എന്ത് തന്നെയാണ്? ട്രൂ വെയിറ്റ് തന്നെയാണ്. ഇൻ ദിസ് കേസ് ദർ ഇസ് നോ ചേഞ്ച് ഇൻ അപ്പാരന്റ് വെയിറ്റ് ഓഫ് ദ പേഴ്സൺ, അല്ലെങ്കിൽ അപ്പാരന്റ് വെയിറ്റ് n എന്ന് പറഞ്ഞ എന്ത് തന്നെയാണ്? ട്രൂ വെയിറ്റ് തന്നെയാണ്, യൂണിഫോം വെലോസിറ്റി ആണെങ്കിൽ. ഇനി നമുക്ക് നോക്കാം, ലിഫ്റ്റ് മൂവിങ് അപ്പ് വിത്ത് യൂണിഫോം ആക്സലറേഷൻ, മുകളിലേക്ക് പോകുന്നു, മുകളിലേക്ക് ആക്സലറേറ്റ് ചെയ്യുന്നു എന്ന് കരുതുക ലിഫ്റ്റ്. അങ്ങനെയാണെങ്കിലോ? അപ്പൊ നോക്കുക, ലിഫ്റ്റിൽ ഒരാൾ നിൽക്കുമ്പോൾ അയാൾക്ക് m മാസ് ഉണ്ട്. m മാസ് ഉള്ള അയാളുടെ mg താഴോട്ട്, അല്ലെ, mg താഴോട്ട് ആക്ട് ചെയ്യുന്നു, വെയിറ്റ്. മുകളിലോട്ട് ആരുണ്ട്? നോർമൽ റിയാക്ഷൻ. നോർമൽ റിയാക്ഷന്റെ മറ്റൊരു പേര് തന്നെയാണ് അപ്പാരന്റ് വെയിറ്റ്. നോർമൽ റിയാക്ഷന്റെ മറ്റൊരു പേരാണ് അപ്പാരന്റ് വെയിറ്റ് n. നോർമൽ റിയാക്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ നോർമൽ റിയാക്ഷനാണ് നമ്മൾ അപ്പാരന്റ് വെയിറ്റ് എന്ന് പറയുന്നത്. n ഉണ്ട്. ഇതിനെ കൂടാതെ ലിഫ്റ്റ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? മുകളിലോട്ട് ആക്സലറേറ്റ് ചെയ്യുകയാണ്, a ആക്സലറേഷൻ. അപ്പൊ അവിടുത്തെ ഫോഴ്സ് എത്രയാണ്? ma. അപ്പൊ മുകളിലോട്ട് a ആക്സലറേറ്റ് ചെയ്യുമ്പോൾ ma. അപ്പം ഇവിടെ ആരൊക്കെ ഉണ്ട്? മുകളിലോട്ട് നോർമൽ റിയാക്ഷൻ, താഴേക്ക് mg, ലിഫ്റ്റ് മുകളിലോട്ട് പോവാണ്. അപ്പൊ അവിടെ അനുഭവപ്പെടുന്ന മാസ് എത്രയാ? ഫോഴ്സ് എത്രയാ? ma. a ആക്സലറേഷൻ, അതുകൊണ്ട് ma. അപ്പൊ നമുക്ക് എഴുതാൻ ന്യൂട്ടന്റെ സെക്കൻഡ് ലോ അനുസരിച്ച് Fnet ഈക്വൽ ടു ma. ഇനി നോക്കുക, Fnet എന്ന് പറഞ്ഞാൽ എന്താണ്? നെറ്റ് ഫോഴ്സ്. അപ്പൊ എമ്മയുടെ ഡയറക്ഷൻ ഉള്ളത് പോസിറ്റീവ് ആയിട്ട് എടുക്കുക. അപ്പൊ എമ്മയുടെ അതേ ഡയറക്ഷനിൽ ആരുണ്ട്? നോർമൽ റിയാക്ഷൻ. അതുകൊണ്ട് നോർമൽ റിയാക്ഷൻ പോസിറ്റീവ് ആയിട്ട് എടുത്തു. എം ജിയോ എമ്മയ്ക്ക് ഓപ്പോസിറ്റ്, അതുകൊണ്ട് മൈനസ് എം ജി. അപ്പൊ n മൈനസ് എം ജി ഇസ് ഇക്വൽ ടു എം എ. അപ്പൊ എഴുതുന്നത് എങ്ങനെ? Fnet ഈക്വൽ ടു എം എന്ന് എഴുതുക. Fnet എന്ന് പറഞ്ഞാൽ എന്നും എം ജി. അപ്പൊ അതാ നോക്കണ്ട, n ഇപ്പൊ എമ്മയുടെ അതേ ഡയറക്ഷനിലാണ് n, അതുകൊണ്ട് n പോസിറ്റീവ് ആയിട്ടും എം ജി ഓപ്പോസിറ്റ് ഡയറക്ഷൻ, അപ്പൊ മൈനസ് എം ജി ഇസ് ഈക്വൽ ടു എം എ. അറേഞ്ച് ചെയ്യുമ്പോൾ n ഈക്വൽ ടു എന്നെല്ലാം എം ജി പ്ലസ് എം എ. അതായത് നമ്മുടെ ട്രൂ വെയിറ്റിനേക്കാളും അല്പം വെയിറ്റ് നമുക്ക് എന്ത് ചെയ്തായിട്ട് തോന്നും? കൂടിയതായിട്ട് തോന്നും. n ഈക്വൽ ടു എന്താണ്? എം ജി പ്ലസ് എം എ. അപ്പം ഒരാൾ മുകളിലോട്ട് ലിഫ്റ്റ് ആക്സലറേറ്റ് ചെയ്യുവാണെങ്കിൽ അയാൾക്ക് അപ്പാരന്റ് വെയിറ്റ് കൂടും, എം ജി പ്ലസ് എം എ ആയിട്ട് മാറും. ദ അപ്പാരന്റ് വെയിറ്റ് ഈസ് ഇൻക്രീസ്ഡ്. ഇനി അടുത്ത് നോക്കുക, ലിഫ്റ്റ് മൂവിങ് ഡൗൺ വിത്ത് യൂണിഫോം ആക്സലറേഷൻ. താഴേക്ക് യൂണിഫോം ആക്സലറേഷനിൽ പോവുകയാണ്. അപ്പൊ നമുക്ക് വീണ്ടും മാർക്ക് ചെയ്യാം, ബോഡിയിലേക്ക് ഫോഴ്സ് മാർക്ക് ചെയ്യാം. താഴേക്ക് എന്ത് ആക്ട് ചെയ്യുന്നു? എം ജി. മുകളിലോട്ട് എന്ത് ആക്ട് ചെയ്യുന്നു? നോർമൽ റിയാക്ഷൻ അല്ലെങ്കിൽ അപ്പാരന്റ് വെയിറ്റ്. ഇനി ലിഫ്റ്റ് താഴേക്ക് a ആക്സലറേഷൻ, അപ്പൊ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എത്രയാ? a ആക്സലറേഷൻ കാരണമുള്ള ഫോഴ്സ് എത്രയാ? എം എ. വീണ്ടും നമ്മൾ എഴുതുന്നു Fnet ഈക്വൽ ടു എം എ. ഇനി നോക്കുക, എം എയുടെ അതേ ഡയറക്ഷനിൽ ആരാ ഉള്ളത്? എം എയുടെ അതേ ഡയറക്ഷനിൽ ആരാ? എം ജി. അപ്പൊ നമുക്ക് എഴുതാം എം ജി. എന്നോ n എം എക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷൻ, അതുകൊണ്ട് എം ജി മൈനസ് എൻ. Fnetന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? എം ജി മൈനസ് എൻ ഇസ് ഈക്വൽ ടു എം എ, ഓർ n ഈക്വൽ ടു എം ജി മൈനസ് എം എ. എന്ന് വെച്ചാൽ എന്താ? അയാളുടെ ട്രൂ വെയിറ്റ് എം ജി ആണ്, എം ജിയെക്കാളും അല്പം വെയിറ്റ് കുറഞ്ഞു. അപ്പൊ താഴേക്ക് ലിഫ്റ്റ് ആക്സലറേറ്റ് ചെയ്താൽ അപ്പാരന്റ് വെയിറ്റ് എന്ത് സംഭവിക്കും? അപ്പാരന്റ് വെയിറ്റ് കുറയും. അതാണ് അടുത്തത്. വെൻ കേബിൾ ഓഫ് ദ ലിഫ്റ്റ് ബ്രേക്സ്. അടുത്ത കേസാണ്, ലിഫ്റ്റിന്റെ കേബിൾ പൊട്ടുകയാണെങ്കിൽ. ലിഫ്റ്റിന്റെ കേബിൾ പൊട്ടുമ്പോൾ ലിഫ്റ്റ് താഴോട്ടാണ് വരുന്നത്. അപ്പൊ താഴോട്ട് വരുന്ന ഇക്വേഷൻ നമുക്കറിയാം, ഏതാ? n ഈക്വൽ ടു എം ജി മൈനസ് എം എ. അത് നമ്മൾ കണ്ടിട്ട് എം ജി മൈനസ് എം എ. ഇവിടെ a ഇല്ല, താഴേക്ക് വരുമ്പോൾ എന്താ? a എന്തായിട്ട് മാറും? g ആയിട്ട് മാറും, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആയിട്ട് മാറും. അങ്ങനെയാണ് എക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? g എന്ന് കൊടുക്കാം. അങ്ങനെയാണ് എന്ത് പറ്റും? n ഈക്വൽ ടു 0. അതായത് ഒരാള് ലിഫ്റ്റ് പൊട്ടി താഴോട്ട് വീഴുന്നുണ്ടെങ്കിൽ അതെന്താണ്? ഫ്രീ ഫോൾ ആണ്. ഫ്രീ ഫോൾ ആണെന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്? വെയിറ്റ് ഇല്ലാത്തതായിട്ട് അയാൾക്ക് അനുഭവപ്പെടും. പക്ഷെ അയാൾക്ക് ട്രൂ വെയിറ്റ് എപ്പോഴും എന്താണ്? എം ജി ആണ്. അയാൾക്ക് അനുഭവപ്പെടും, വെയിറ്റ്ലെസ് ആയിട്ട് അയാൾക്ക് തോന്നും. അതാണ് വെയിറ്റ്ലെസ്നെസ്. അപ്പൊ ഈ 4 കണ്ടീഷൻസ് അറിഞ്ഞിരിക്കണം. വെലോസിറ്റി മാറുന്നില്ലെങ്കിൽ, കോൺസ്റ്റന്റ് ആണെങ്കിൽ ഒരു വ്യത്യാസമില്ല. മുകളിലോട്ട് ആക്സലറേറ്റ് ചെയ്യുകയാണെങ്കിൽ അപ്പാരന്റ് വെയിറ്റ് കൂടും, താഴേക്ക് ആക്സലറേറ്റ് ചെയ്താൽ അപ്പാരന്റ് വെയിറ്റ് കുറയും. ലിഫ്റ്റിന്റെ കേബിൾ പൊട്ടിയാൽ വെയിറ്റ്ലെസ്നെസ്, ഭാരമില്ലായ്മ അനുഭവപ്പെടും. അത്തരം കാര്യങ്ങൾ നോക്കുക. അടുത്ത നോക്കുക, എ മാസ് 4 kilogram റെസ്റ്റ് ഓൺ എ ഹൊറിസോണ്ടൽ പ്ലെയിൻ ഈസ് ഗ്രാജുവലി ഇൻക്ലൈൻഡ് അറ്റ് ആൻ ആംഗിൾ θ is equal to 15 degree with the horizontal. The mass just begins to slide. Find the coefficient of static friction. അപ്പൊ ഒരു ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒരു പ്ലെയിനിൽ ഒരു മാസ് വെച്ചിരിക്കുക, എന്നിട്ട് ഇത് ചലിക്കുക. ഇത് ചലിക്കുമ്പോൾ ഇത് ഉരുണ്ട് താഴോട്ട് വരും, അല്ലെ? അങ്ങനെയാണെങ്കിൽ 15 ഡിഗ്രി, അതായത് ഇങ്ങനെ ഇരുന്ന ബോഡി ഇത് ചരിച്ച് ഇത്രയാക്കി 15 ഡിഗ്രി ആക്കിയപ്പോഴാണ് ഉരുണ്ട് വരാൻ തുടങ്ങിയത് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ കണ്ടുപിടിക്കുക. അപ്പൊ നമുക്കറിയാം 15 ഡിഗ്രിയിൽ ഇങ്ങനെ ഇരിക്കുക, ഇത് വീഴാൻ തുടങ്ങുന്നു എന്ന് പറയാം, മൂവ്മെന്റ് തുടങ്ങുന്നു എന്ന് പറയുമ്പോൾ അവിടെ എന്താ വരണം? എന്താ ഓർക്കേണ്ടത്? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, അല്ലെ? സ്റ്റാറ്റിക് ഫ്രിക്ഷനെ പറ്റിയാണ് അവിടെ ഓർക്കേണ്ടത്. നോക്കുക, ഇത് താഴേക്ക് ഉരുണ്ട് വരും. അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ബോഡിയിലുള്ള ഫോഴ്സുകൾ മാർക്ക് ചെയ്യാം. നോക്കാം, ഇതാണ് ബോഡി. ഈ ബോഡി താഴോട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഏതാ? താഴോട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഏതാ? എപ്പോഴും ഓർക്കണം, എം ജി ആണ് താഴോട്ട്, വെയിറ്റ് ആണ് താഴോട്ട് ആക്ട് ചെയ്യുന്നത്.
ഈ ബോഡിയിൽ നോർമൽ ആയിട്ട് ഈ സർഫസിൽ നോർമൽ ആയിട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്തായിരിക്കും? നോർമൽ റിയാക്ഷൻ. നമുക്കറിയാം കോൺടാക്ട് ഫോഴ്സ് നേരത്തെ നമ്മൾ മാർക്ക് ചെയ്തായിരുന്നു എന്നും എം ജിയും അല്ലേ. അപ്പൊ ഈ സർഫസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും എപ്പോഴും നോർമൽ റിയാക്ഷൻ. താഴോട്ട് ആക്ട് ചെയ്യുന്നതായിരിക്കും എം ജി, വെയിറ്റ് ഫോഴ്സ്. അവർ രണ്ടും മാർക്ക് ചെയ്തു. ഇനി നോക്കുക, ഈ ആംഗിൾ 15 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ഈ നോർമൽ റിയാക്ഷൻ എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഈ ലൈൻ ഉണ്ടാക്കുന്ന ഈ ആംഗിളും 15 ഡിഗ്രി ആയിരിക്കും. ഇത് 15 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ എം ജിയും നോർമൽ റിയാക്ഷൻ എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുന്ന ഈ വരി ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയായിരിക്കും? 15 ഡിഗ്രി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇത് എം ജി ആണ്. എം ജി എന്ന് പറയുന്ന വെക്ടറാണ്. അപ്പൊ ഇതെന്തായിരിക്കും? 15 ഡിഗ്രി കൂടി, അതായത് ഒരു വെക്ടറിന്റെ കൂടെ കിടക്കുന്ന കമ്പോണന്റ്. ഇത് ഇങ്ങനെ ഒരു വെക്ടർ തന്നിരിക്കുക നിങ്ങൾക്ക്. ഇത് തീറ്റ. ഇത് എ എന്ന് പറഞ്ഞ വെക്ടർ ആണെങ്കിൽ ഇതെന്തായിരിക്കും? എ കോസ് തീറ്റ ആയിരിക്കും. തീറ്റ കൂടി കിടക്കുന്ന കമ്പോണന്റ് എപ്പോഴും എന്തായിരിക്കും? കോസ് കമ്പോണന്റ് ആയിരിക്കും. ഇത് എം ജി ആണെങ്കിൽ ഈ അതെന്തായിരിക്കും? ആംഗിളിനോട് ചേർന്ന് കിടക്കുന്ന കമ്പോണന്റ് എന്തായിരിക്കും? എം ജി കോസ് തീറ്റ അല്ലെങ്കിൽ എം ജി കോസ് 50. അപ്പൊ ഈ കമ്പോണന്റ് കിട്ടി. അപ്പൊ ഈ കമ്പോണന്റ് എന്തായിരിക്കും? ഈ കമ്പോണന്റ് എം ജി, ഇത് എം ജി കോസ് തീറ്റ ആണെങ്കിൽ ഈ കമ്പോണന്റ് എം ജി സൈൻ തീറ്റ. അപ്പൊ നമ്മൾ ഫോഴ്സുകളെല്ലാം മാർക്ക് ചെയ്തു. ഇനി നോക്കാം, നമുക്ക് എന്താ എഴുതാം? മൂവ് ചെയ്യാൻ തുടങ്ങുന്നു എന്ന് പറയുന്നത്, അതായത് മോഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പൊ നമുക്ക് പറയാം ഫ്രിക്ഷൻ, അങ്ങോട്ട് വലിക്കുന്ന ഫ്രിക്ഷനും എം ജി സൈൻ തീറ്റ എന്താണ്? സെയിം ആണെന്ന് പറയാം. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? എഫ് എസ് ഇസ് ഈക്വൽ ടു എം ജി സൈൻ തീറ്റ എന്ന് എഴുതാം. ഇനി എഫ് എസിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചായിരുന്നോ? മ്യൂ എസ് ഇൻറ്റു എൻ പഠിച്ചായിരുന്നല്ലോ. എഫ് എസ് ഇസ് ഈക്വൽ ടു മ്യൂ എസ് ഇൻറ്റു എൻ. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മ്യൂ എസ് ഇൻറ്റു എൻ ഇസ് ഈക്വൽ ടു എം ജി സൈൻ തീറ്റ. ഇനി നമുക്ക് നോക്കിയേ, എൻ എന്ന് പറഞ്ഞാൽ മുകളിലോട്ട് എന്നും താഴോട്ട് എം ജി കോസ് തീറ്റ. അപ്പൊ എന്നിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? എൻ ഈക്വൽ ടു എം ജി കോസ്. അപ്പൊ ഇവിടെ എന്നിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? എം ജി കോസ് തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ മ്യൂ എസ് ഇൻറ്റു എന്നിന് പകരം എം ജി കോസ് തീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു എം ജി സൈൻ തീറ്റ. അപ്പൊ ആ രണ്ട് വെട്ടി കളയുന്നത് നമുക്ക് കിട്ടും മ്യൂ എസ് ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ. മ്യൂ എസ് ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ എന്ന് കിട്ടും അല്ലേ. ടാൻ മ്യൂ എസിന്റെ വാല്യൂ ഇപ്പൊ എന്താണ്? ടാൻ 50. ഇതാണ് ആൻസർ. അപ്പൊ വാട്ട് ഈസ് ദ കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ ബ്ലോക്ക് ആൻഡ് ദ സർഫസ് എന്ന് ചോദിച്ചാൽ എത്രയാണ്? മ്യൂ എസ് ഈസ് ഈക്വൽ ടു ടാൻ 50. അപ്പൊ ഇതുപോലെ റിസോൾവ് ചെയ്യാൻ അത് അറിയണം. ഓക്കെ, അടുത്ത പ്രോബ്ലം നമുക്ക് നോക്കാം. A force 10 Newton acts on a body of mass 0.5 kilogram for 0.25 second starting from rest. Find the impulse. അപ്പോൾ സ്റ്റാർട്ടിംഗ് ഫ്രം റെസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്? ഇനിഷ്യൽ വെലോസിറ്റി 0 എന്നുള്ള അർത്ഥത്തിലാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നോക്കാം, ഇമ്പൾസ് കണ്ടുപിടിക്കും. ഇമ്പൾസിന്റെ ഇക്വേഷൻ എന്താണ്? F into T അല്ലെങ്കിൽ MV മൈനസ് MU. രണ്ട് ഇക്വേഷനും ഉണ്ട്. അപ്പോൾ നമുക്ക് F തന്നിട്ടുണ്ട്, ഫോഴ്സ് തന്നിട്ടുണ്ട് 10 ന്യൂട്ടൺ, ടൈം തന്നിട്ടുണ്ട് എത്രയാ? 0.25 സെക്കൻഡ്. അപ്പോൾ ഈ ഇക്വേഷൻ ഉപയോഗിക്കാമല്ലോ. I is equal to F into T എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കാമല്ലോ. അപ്പോൾ I is equal to F into T 10 into 0.25 that is 2.5 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഇതാണ് ഇമ്പൾസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. അടുത്തത്, a constant retarding force of 50 Newton applied to a body of mass 20 kilogram moving initially with a speed of 15 meter per second. How long does it take to stop? അപ്പോൾ ഒരു റിട്ടാർഡിംഗ് ഫോഴ്സ് ആണ് കൊടുക്കുന്നത്. റിട്ടാർഡിംഗ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഫോഴ്സ് നമ്മൾ എന്തായാലും എടുക്കുക? മൈനസ് ആയിട്ട് എടുക്കുക. -50. നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഫോഴ്സ് റിട്ടാർഡിംഗ് ഫോഴ്സ്. മൂവ് ചെയ്യാനല്ല, സ്റ്റോപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫോഴ്സ് ആണ് റിട്ടാർഡിംഗ് ഫോഴ്സ്. എത്രയാണ്? 50 ന്യൂട്ടൺ എന്ന് പറയുമ്പോൾ നമ്മൾ മൈനസ് ആയിട്ട് എടുക്കുക. -50 ന്യൂട്ടൺ. മാസ് എത്രയാണ്? 20 കിലോഗ്രാം. ഇനീഷ്യൽ വെലോസിറ്റി എത്രയാണ്? ഇനീഷ്യലി വിത്ത് എ സ്പീഡ് ഓഫ് 15 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ അറിയാം ഫൈനലി എന്ത് സംഭവിക്കും? ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക് ടു സ്റ്റോപ്പ്? എത്ര സമയം എടുക്കുമെന്നാണ് ചോദ്യം. ഹൗ ലോങ്? സ്റ്റോപ്പ് ചെയ്യുമ്പോൾ വെലോസിറ്റി എത്രയാ? 0. അപ്പൊ ഫൈനൽ വെലോസിറ്റി എന്താണ്? 0. അപ്പൊ ഫൈനൽ വെലോസിറ്റി 0 എന്ന് ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ല, പക്ഷേ സ്റ്റോപ്പ് ആകുമ്പോൾ നമുക്കറിയാം ഫൈനൽ വെലോസിറ്റി എന്താണ്? 0. അപ്പൊ നമുക്ക് F is equal to m into v minus u by t അല്ലേ. അതിൽ t ആണ് ചോദിച്ചിരിക്കുന്നത്. ഹൗ ലോങ് ഡസ്? അപ്പൊ t is equal to എന്ത് എഴുതാം? mv minus mu divided by f. mv 0 ആണ്, കാരണം v 0 ആണ്. മൈനസ് m into m എത്രയാ? 20. u എത്രയാ? 15 ഡിവൈഡഡ് ബൈ ഫോഴ്സ് എത്രയാ? -50. മൈനസ് മൈനസും ക്യാൻസൽ ആയി പോയി. ബാക്കി എന്ത് വരും? ഇത് ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 6 സെക്കൻഡ് വരും. അപ്പോൾ എത്ര സെക്കൻഡ് കൊണ്ടാണ് ബോഡി സ്റ്റോപ്പ് ആവുന്നത്? 6 സെക്കൻഡുകൾ കൊണ്ടാണ് ബോഡി സ്റ്റോപ്പ് ആവുന്നത്. അപ്പോൾ നമ്മൾ ലോസ് ഓഫ് മോഷൻ എന്ന ചാപ്റ്ററിന്റെ ഫോക്കസ് പോയിന്റ്സ് മാത്രമാണ് ഇവിടെ ഡിസ്കസ് ചെയ്തത്. ഫോക്കസ് ഏരിയയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള പ്രോബ്ലംസും ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആ ഭാഗങ്ങൾ മാത്രമേ നമ്മൾ ഈ ഒരു സെക്ഷനിൽ എന്ത് ചെയ്തിട്ടുള്ളൂ? ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ.